ഹലോ നമസ്കാരം, രഞ്ജിത്ത്. തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ആകുമ്പോൾ അതിലെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ ഒരു ടാഞ്ചിബിൾ എഫക്റ്റ് എന്ന് പറയുന്നത് പോസ്റ്ററുകളും ബാനറുകളും ഒക്കെയാണ്. പല രാഷ്ട്രീയ പാർട്ടികളുടെ പല നിറത്തിലുള്ള പല ഡിസൈനിലുള്ള പോസ്റ്ററുകൾ. ഈ പോസ്റ്ററുകൾക്ക് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ? വെറുതെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പല ഭംഗിയുള്ള പോസ്റ്ററുകളുമുണ്ട്, പല ഡിസൈനിലുള്ള പോസ്റ്ററുകളുമുണ്ട്. ചില ആളുകളുടെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ വർണ്ണശബളമായിട്ടുള്ള പോസ്റ്ററുകളാണ്. വളരെ സാധാരണപ്പെട്ട ഡിസൈനിലുള്ള പോസ്റ്ററുകളുണ്ട്, വളരെ കോണ്ടംപററി സ്റ്റൈലിലുള്ള ഡിസൈനിലുള്ള പോസ്റ്ററുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കോണ്ടംപററി ആയിട്ടുള്ള ഡിസൈനുകൾ ഞാൻ കണ്ടത് എറണാകുളത്ത് മത്സരിക്കുന്ന ഹൈബി ഈഡൻ്റെ പോസ്റ്ററുകളിലാണ്. വളരെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഏതോ നല്ലൊരു ഏജൻസിയോ നല്ലൊരു ഡിസൈനറോ ഒക്കെ ഡിസൈൻ ചെയ്താണെന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ അതിന് പറ്റുന്ന കളറൊക്കെ വർക്കൗട്ട് ചെയ്ത് അതിന് പറ്റുന്ന ഷർട്ടുകളും കോസ്റ്റ്യൂമും ഒക്കെ ധരിച്ച് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വളരെ ഭംഗിയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കിയിരിക്കുന്നു. വളരെ എലഗൻ്റായിട്ടാണ് ആ പോസ്റ്ററുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഇത്തരം എലഗൻ്റായിട്ടുള്ള പോസ്റ്ററുകളാണോ വർണ്ണശബളമായിട്ടുള്ള പോസ്റ്ററുകളായിരിക്കുമോ കൂടുതൽ ഫലം ചെയ്യുക? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മൾ എന്തിനാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്? ഒബ്വിയസ്ലി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ്, ആളുകൾ അട്രാക്റ്റഡ് ആവാൻ, ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. ഐഡ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ആദ്യം ഒരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം, ഒരു ഡിസയർ തോന്നണം, ആക്ഷനിലേക്ക് പോകണം. വോട്ടിങ്ങിലും അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരിലേക്കാണ് ഈ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആരുടെ അറ്റൻഷനാണ് നമുക്ക് ഗ്രാബ് ചെയ്യേണ്ടത്? പൊതുജനത്തിൻ്റെ അറ്റൻഷനാണ്. നമ്മൾ എവിടെ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ റൂറലായിട്ടുള്ള ഒരു ഏരിയയിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും റൂറലായിട്ടുള്ള ഒരു ജനത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരിക. അവരുടെ പ്രിഫറൻസസ് എന്തായിരിക്കും? കുറച്ചുകൂടി വർണ്ണശബളമായിട്ടുള്ള, കുറച്ചുകൂടി അടിച്ചുപൊളിയായിട്ടുള്ള പോസ്റ്ററുകളായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. വളരെ കോണ്ടംപററി ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അയ്യേ ഭയങ്കര ഡള്ളായി പോയല്ലോ എന്നുള്ള ഫീലിംഗ് ആയിരിക്കും ഒരു പക്ഷേ അവർക്കുണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വോട്ടേഴ്സിൽ ഏകദേശം ഒരു 70% വരെ ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് പറയേണ്ടി വരും. സാധാരണ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ, എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിയിലാവുമ്പോൾ അത് ചിലപ്പോൾ ഒരല്പം കുറയും. കുറച്ചുകൂടി എലീറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഓഡിയൻസ് എറണാകുളത്തുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം സിറ്റിയിൽ പോസ്റ്ററുകളും ബാനറുകളും ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? കുറച്ചുകൂടി എലഗൻ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പോസ്റ്ററുകൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അത്തരത്തിലാണ് ഹൈബി ഈഡൻ അവിടെ പോസ്റ്ററുകൾ ചെയ്തിരിക്കുന്നത്. എറണാകുളത്തിൻ്റെ ഉള്ളിലുള്ള ഏരിയാസിലേക്ക് പോകുമ്പോൾ ഈ പോസ്റ്ററുകൾ ഒരു പക്ഷേ ഹൈബി ഈഡന് ഗുണം ചെയ്തേക്കില്ല. കാരണം അവിടെ ഉള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, കർഷകരുണ്ട്, മീൻപിടുത്തക്കാരുണ്ട്. അത്തരം ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനോ അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനോ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, ഇത് ഞാൻ ഒരുപാട് നല്ല ഭംഗിയിലുണ്ടാക്കിയ, ഒരുപാട് പൈസ കൊടുത്ത് ഡിസൈൻ ചെയ്ത, വളരെ സ്റ്റൈലായിട്ട് പ്രൊഫഷണൽസിനെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ച ഡിസൈൻ അല്ലേ, അപ്പോൾ അത് എഫക്റ്റീവ് ആവണ്ടേ എന്നുള്ളതാണ്. അത് തെറ്റായ ധാരണയാണ്. ഏത് ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ് ഏത് ഡിസൈൻ ചെല്ലേണ്ടതെന്ന് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിൽ, ചില അസംബ്ലി മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ചില സിറ്റികളിൽ, ചില ബീറ്റുകളിൽ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായി എലഗൻ്റായിട്ടുള്ള ഡിസൈനുകൾ ഉപയോഗിക്കാം. ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സ്ഥലങ്ങളിൽ ഇമോഷൻസ് ആയിരിക്കും വർക്ക് ചെയ്യുക, ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നത് ലോജിക്കായിരിക്കും. അപ്പോൾ ലോജിക്ക് വർക്ക് ചെയ്യുന്നത് കൂടുതലും സിറ്റീസിലാണ്. അതേസമയം കുറച്ചുകൂടി വില്ലേജ് ഏരിയാസിലൊക്കെ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുറച്ചുകൂടി വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ഇമോഷൻസാണ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ചില മുദ്രാവാക്യങ്ങളുമായിരിക്കും അവിടെ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അതേസമയം സിറ്റിയിൽ കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിംഗ് മെസ്സേജുകൾക്കും പോസ്റ്റർ ഡിസൈനുകൾക്കുമൊക്കെ തീർച്ചയായിട്ടും ഇലക്ഷനിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ ഇലക്ഷനുകളിൽ ഇത്തരത്തിലുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടാകുന്നത് വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള ഭാഷയിൽ, ഇഷ്ടമുള്ള മെസ്സേജുകൾ എഴുതി വെച്ചുകൊണ്ട്, ഇഷ്ടമുള്ള ഫോണ്ടിൽ, ഇഷ്ടമുള്ള നിറത്തിൽ പലതരത്തിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി വയ്ക്കുകയും അതിനകത്തൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യമായിട്ടും വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ഡൈല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പലപ്പോഴും ഇലക്ഷനിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോൾട്ടുകളിലൊന്ന്. ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് വളരെ വലിയ ശക്തമായ ക്യാമ്പയിനുകൾ ഉണ്ടാകുന്നത്. LDF വളരെ ശക്തമായി തിരിച്ചു വന്ന
എല്ലാം ശരിയാവും എന്ന് പറയുന്ന ക്യാമ്പയിൻ അത്തരത്തിലുള്ളൊരു ക്യാമ്പയിനാണ്. അതൊരു ഇമോഷണൽ ക്യാമ്പയിനായിരുന്നു. ഒരു മാസിനെ മൊത്തം പിടിച്ചു കുലുക്കുക, ഒരു നാടിനെ മൊത്തം പിടിച്ചു കുലുക്കുക, എല്ലാം ശരിയാവുമെന്ന സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെസ്സേജ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ഇമോഷണൽ മെസ്സേജുകൾ മാസിനടുത്തേക്ക് കൊടുക്കുകയും എന്നാൽ കൃത്യമായ ഒരു നിഷ് ഓഡിയൻസിനടുത്തേക്ക് കൃത്യമായ ലോജിക്കുകൾ എത്തിക്കുകയും ചെയ്താൽ, ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള ഡിസൈനുകൾ കൃത്യമായ നിറങ്ങളുടെ അകമ്പടിയോടുകൂടി, കൃത്യമായ ഫോട്ടോകളുടെ അകമ്പടിയോടുകൂടി എത്തിക്കുകയും ചെയ്താൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വോട്ടേഴ്സിൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയും. അത് നിങ്ങളുടെ റിസൾട്ടിനെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ പോസ്റ്ററിലും നിറത്തിലും ഫോണ്ടിലും മാർക്കറ്റിംഗ് മെസ്സേജിലും ഒക്കെ കാര്യമുണ്ട്. ഓൾ ദ ബെസ്റ്റ്.